BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. 2024 ജനുവരി മുതൽ ജൂലൈ വരെ കോസ്റ്റ് ഗാർഡ് രജിസ്റ്റർ ചെയ്തത് 820 കേസുകൾ. രജിസ്ട്രേഷൻ, ലൈസൻസിംഗ് നിയമങ്ങൾ, ചെറുമീനുകളും ചെമ്മീനുകളും പിടിക്കൽ, നിരോധിത ഫ്ലോട്ടിംഗ് മീൻപിടുത്ത വലകൾ ഉപയോഗിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട ലംഘനങ്ങൾക്കാണ് കേസെടുത്തത്. 1661 കിലോഗ്രാം മത്സ്യവും ചെമ്മീനും പിടിച്ചെടുത്തതായും തീരസംരക്ഷണ സേന അറിയിച്ചു. അപകടത്തിൽപ്പെട്ട 471 പേരെയും 318 ബോട്ടുകളെയും രക്ഷിക്കാനും കോസ്റ്റ് ഗാർഡിന് കഴിഞ്ഞു. ബഹ്റൈൻ കടലിൽ അനധികൃത മത്സ്യബന്ധനത്തിന് ഏർപ്പെട്ടതിന് കഴിഞ്ഞ ദിവസവും 4 ഇന്ത്യൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്തിരുന്നു. കോഫ എന്നറിയപ്പെടുന്ന നിരോധിത ബോട്ട് ട്രോളിംഗ് വലകൾ ഉപയോഗിച്ച മത്സ്യബന്ധനം നടത്തവെയാണ് കോസ്റ്റ് ഗാർഡിന്റെ പിടിയിലായത്. ഏകദേശം 40 കിലോ ചെമ്മീൻ ഇവരിൽ നിന്ന് കണ്ടെടുത്തു. ലൈഫ് ജാക്കറ്റുകൾ, പ്രഥമ ശുശ്രൂഷ കിറ്റ്, അഗ്നിശമന ഉപകരണം എന്നിവ ഉൾപ്പെടെയുള്ള സുരക്ഷാ ഉപകരണങ്ങൾ ഇവരുടെ ബോട്ടിലുണ്ടായിരുന്നില്ല. നിരോധിത മീൻപിടുത്ത വലകൾ ഉപയോഗിക്കുക, കൂട്ടിയിടി തടയാൻ നാവിഗേഷൻ ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കാതിരിക്കുക, ലൈസൻസ് ഇല്ലാതെ മത്സ്യബന്ധനം, സുരക്ഷാ ഉദ്യോഗസ്ഥരെ പരിശോധനയിൽ നിന്ന് തടസ്സപ്പെടുത്തൽ എന്നീ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയത്. മത്സ്യത്തൊഴിലാളികളും കടലിൽ പോകുന്നവരും നിയമങ്ങളും പെട്രോളിംഗ് നിർദ്ദേശങ്ങളും പാലിക്കാൻ കോസ്റ്റ് ഗാർഡ് അഭ്യർത്ഥിച്ചു. കര പെട്രോളിംഗുമായി സഹകരിക്കാത്തത് ശിക്ഷാർഹമായ കുറ്റമാണ്. 1 വർഷം വരെ തടവും 2000 ദിനാർ വരെ പിഴയും ലഭിക്കും. ബഹ്റൈനിലെ പൗരന്മാർക്കും താമസക്കാർക്കുമായി 11 പുതിയ സേവനങ്ങൾ വികസിപ്പിച്ചതായി ആഭ്യന്തര മന്ത്രാലയത്തിലെ ദേശീയത പാസ്പോർട്ട് റെസിഡൻസ് അഫയേഴ്സ് അണ്ടർ സെക്രട്ടറി ഷൈഖ് ഹിഷാം ബിൻ അബ്ദുറഹ്മാൻ അൽ ഖലീഫി അറിയിച്ചു. 24 സർക്കാർ സ്ഥാപനങ്ങളിൽ 500 സേവനങ്ങൾ വികസിപ്പിക്കാനുള്ള കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നിർദ്ദേശപ്രകാരമാണ് പുതിയ സേവനങ്ങൾ നടപ്പാക്കുന്നത്. നടപടിക്രമങ്ങൾ ലളിതമാക്കുക, പൂർണ്ണമായും ഇലക്ട്രോണിക് സേവനത്തിലേക്ക് മാറുക, സേവന നിലവാരം, കാര്യക്ഷമത, സാമ്പത്തിക വളർച്ചയ്ക്കുള്ള സംഭാവന എന്നിവ മെച്ചപ്പെടുത്തുന്നതിനാണ് പുതിയ സംരംഭം ഊന്നൽ നൽകുന്നത്. നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്ത പാസ്പോർട്ടുകൾക്ക് പകരം പാസ്പോർട്ട് നൽകൽ, ബഹ്റൈനിലെ പാസ്പോർട്ട് ഡെലിവറി, അടിയന്തര യാത്രാരേഖകൾ, വേഗത്തിലുള്ള പാസ്പോർട്ട് മാറ്റിസ്ഥാപിക്കൽ, രാജ്യത്തിന് പുറത്തുള്ളവർക്ക് പകരം പാസ്പോർട്ട് എന്നിവ പുതിയ സേവനങ്ങളിൽ ഉൾപ്പെടുന്നു. പെർമിറ്റ് കാലഹരണപ്പെട്ട താമസക്കാർക്ക് ഗ്രേഡ് പീരീഡുകൾ നൽകുന്നതിനൊപ്പം റെസിഡൻസി പെർമിറ്റുകൾ നൽകുന്നതും പുതുക്കുന്നതും ഇനി ഓൺലൈനായി നടക്കും. 100% ഡിജിറ്റൽ ക്ഷമത കൈവരിക്കുക, ആവശ്യമായ രേഖകളുടെ എണ്ണം പകുതിയാക്കി കുറയ്ക്കുക, ഉപയോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുന്നതിന് ആപ്ലിക്കേഷൻ പ്രക്രിയകൾ ലളിതമാക്കുക എന്നിവയാണ് NPRA ലക്ഷ്യമിടുന്നതെന്നും ഷൈഖ് ഹിഷാം പറഞ്ഞു. 2035ഓടെ രാജ്യത്തെ മരങ്ങളുടെ എണ്ണം ഇരട്ടിയാക്കുകയെന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി നടക്കുന്ന വനവൽക്കരണ പരിപാടിയോടനുബന്ധിച്ച് ഹമദ് ടൗണിൽ 8300-ലധികം മരങ്ങൾ നട്ടു. ദേശീയ വനവൽക്കരണ പരിപാടിയുടെ 2ാം ഘട്ടമായാണ് മരം നട്ടത്. 3ാം ഘട്ടത്തിൽ 2500 വൃക്ഷത്തൈകൾ കൂടി ഷൈഖ് ഹമദ് അവന്യൂവിൽ നടും. മുനിസിപ്പാലിറ്റീസ് അഫയേഴ്സ് ആൻഡ് അഗ്രികൾച്ചറൽ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഷൈഖ് മുഹമ്മദ് ബിൻ അഹമ്മദ് അൽ ഖലീഫ സ്ഥലം സന്ദർശിച്ചു. വിവിധ ഗവർണറേറ്റുകളിലുടനീളം ഹരിതഭംഗി വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. നോർത്തേൺ മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ ലാമിയ അൽ ഫദാലയും മറ്റ് മന്ത്രാലയ ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്നു. പദ്ധതിയുടെ 2ാം ഘട്ടം അവസാനിച്ചപ്പോൾ ഷൈഖ് ഹമദ് അവന്യൂവിൽ 8300 മരങ്ങൾ നട്ടുപിടിപ്പിച്ചതായി ഷൈഖ് മുഹമ്മദ് ബിൻ ഹമദ് അൽ ഖലീഫ പറഞ്ഞു. റോഡിന്റെ 18 കിലോമീറ്റർ നീളത്തിൽ 10800 മരങ്ങൾ എന്നതാണ് ലക്ഷ്യം. ദേശീയ വനവൽക്കരണ പരിപാടി ലക്ഷ്യത്തിലെത്താൻ മറ്റ് മന്ത്രാലയങ്ങളുമായും സർക്കാർ ഏജൻസികളുമായും സഹകരിച്ച് വനവൽക്കരണ പരിപാടികളും സംരംഭങ്ങളും മന്ത്രാലയം തുടരും. 2060ഓടെ കാർബൺ എമിഷൻ 0-ലെത്തുക എന്നതാണ് ബഹ്റൈൻ ലക്ഷ്യമിടുന്നത്. കണ്ടൽക്കാടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കാർഷിക നഴ്സറികൾ സ്ഥാപിച്ചിരുന്നു. പൊതുനിരത്തുകളിലും ചത്തുരങ്ങളിലും 140,000-ലധികം മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ 110,000 കണ്ടൽ ചെടികളും നടും. 2035 ആകുമ്പോഴേക്കും 1.8 ദശലക്ഷത്തിൽ നിന്ന് 3.6 ദശലക്ഷമായി മരങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. പാലക്കാട് ജില്ലയിലെ നെല്ലായ മാരായമംഗലം സ്വദേശി പറക്കാട്ടുതൊടി മുഹമ്മദ് അലി ഹൃദയാഘാതത്തെ തുടർന്ന് നിര്യാതനായി. മനാമയിലെ താമസ സ്ഥലത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു. 25 വർഷമായി ബഹ്റൈനിലുള്ള മുഹമ്മദ് അലി മനാമ യതീം സെന്ററിന് സമീപം ഒരു കഫ്തേരിയയിൽ ജോലി ചെയ്യുകയായിരുന്നു. ഭാര്യ നഫീസ, മക്കൾ ഫായിസ്, ഫമീന നസ്രീൻ, ഫസ്ന, മരുമക്കൾ മുഹമ്മദ് ഫൈസൽ, ഫിറോസ്, ഫാത്തിമത്ത്, സിയാന. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകും. KMCC ബഹ്റൈൻ മയ്യത്ത് പരിപാലന വിങ്ങിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു.
ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പെർഫോമിംഗ് ആർട്ട് 21-ാം വാർഷികാഘോഷം ഈ മാസം 27-ന് കൾച്ചറൽ ഹാളിൽ നടക്കും. രാവിലെ 11 മുതൽ രാത്രി 9 വരെയാണ് ആഘോഷം. വിദ്യാർത്ഥികളുടെയും ക്രിയേറ്റീവ് ഗ്രൂപ്പിന്റെയും കലാപ്രകടനങ്ങൾ ഉണ്ടാകുമെന്ന് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ അമ്പിളിക്കുട്ടൻ അറിയിച്ചു. ആഘോഷത്തിൽ സമകാലിക നൃത്തശൈലിയിൽ IIPA ക്രിയേറ്റീവ് ഗ്രൂപ്പായ ടീം ബവഹര അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് നൃത്ത നാടകമായ ഭയപ്രസ്താവ് അരങ്ങേറും. പ്രഗത്ഭ അക്കാദമിഷ്യനും കലാകാരിയും ടീം ബവഹരയുടെ സ്ഥാപകയുമായ ഡോക്ടർ നിധി എസ് മേനോൻ സംവിധാനം ചെയ്യുന്ന ഭയപ്രസ്താവ ആവാസ വ്യവസ്ഥയുടെ ദുർബലമായ സന്തുലിതാവസ്ഥയിൽ മനുഷ്യന്റെ അത്യാഗ്രഹത്തിന്റെ വിനാശകരമായ ആഘാതം പരിശോധിക്കുന്ന ചിന്തോദ്ദീപകമായ സൃഷ്ടിയാണ്. ഉയർന്ന നിലവാരമുള്ള സംഗീത കലാ വിദ്യാഭ്യാസം നൽകുക എന്നൊരൊറ്റ ലക്ഷ്യത്തോടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പരമ്പരാഗത കലാരൂപങ്ങളിൽ മികച്ച വിദ്യാഭ്യാസവും പരിശീലനവും നൽകുന്നതിൽ 2003 സ്ഥാപിതമായ IIPA ഇപ്പോഴും മുൻപന്തിയിലാണ്. വോക്കൽ മ്യൂസിക്, കർണാട്ടിക് ആൻഡ് ഹിന്ദുസ്ഥാനി, വയലിൻ, കീബോർഡ്, ഗിറ്റാർ, പിയാനോ, മൃദംഗം, യുക്കലൈലെ, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കഥക്, ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ്, സമകാലിക കലകൾ, തിയേറ്റർ ആർട്സ് തുടങ്ങിയവയിൽ ക്ലാസുകൾ നടക്കുന്നുണ്ട്. തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണ റിപ്പോർട്ട് വൈകിയതിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരാഴ്ച കൊണ്ട് പൂർത്തിയാക്കാൻ താൻ നിർദ്ദേശിച്ച അന്വേഷണ റിപ്പോർട്ട് 5 മാസമായിട്ടും ലഭിച്ചിട്ടില്ലെന്നും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ച അദ്ദേഹം എന്തുകൊണ്ട് വൈകിയതിന് വിശദീകരണമൊന്നും നൽകിയില്ല. സമയം നീട്ടിക്കൊടുക്കാൻ ആവശ്യപ്പെട്ട ഒരാഴ്ച മുൻപ് വിഷയം വീണ്ടും തന്റെ മുന്നിലെത്തിയെന്നും സെപ്റ്റംബർ 24-നകം റിപ്പോർട്ട് നൽകാൻ ഉത്തരവിട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ADGP MR അജിത് കുമാറിന്റെ RSS കൂടിക്കാഴ്ച വിവാദമായതോടെ ജീവൻ വെച്ച അന്വേഷണം 5 ദിവസമായിട്ടും മുടങ്ങിക്കിടന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷിച്ചില്ലേ എന്ന ചോദ്യത്തിന് ചോദിച്ചിട്ടുണ്ടാകുമെന്നായിരുന്നു മറുപടി. പൂരം കലക്കിയതിൽ ആരോപണ വിധേയനായ അജിത് കുമാർ തന്നെ ഇക്കാര്യം അന്വേഷിക്കുന്നതിലെ വിരോധാഭാസം ചൂണ്ടിക്കാട്ടിയെന്നും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. ചോദ്യം ആവർത്തിച്ചെങ്കിലും ഒരു ഘട്ടത്തിലും ADGPക്കെതിരായ ഒരു പരാമർശവും ഉണ്ടായില്ല. പകരം പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിവരാവകാശ രേഖയ്ക്ക് മറുപടി നൽകിയ പോലീസ് ആസ്ഥാനത്തെ ഡിവൈഎസ്പിക്കെതിരായ നടപടി വിശദീകരിച്ചു. പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ADGPയുടെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കെ അതിന് വിരുദ്ധമായ മറുപടി നൽകിയെന്നാണ് ഡിവൈഎസ്പി സസ്പെൻഡ് ചെയ്തെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട്ടിൽ സിവിൽ പോലീസ് ഓഫീസർ തൂങ്ങി മരിച്ചു. പുൽപ്പള്ളി സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന ജിൻസൺ സണ്ണിയാണ് തൂങ്ങി മരിച്ചത്. ഇന്നലെ വൈകിട്ട് 8:45 പട്ടാണിക്കൂപ്പിലാണ് സംഭവം. വീട്ടിലെ കിടപ്പുമുറിയിൽ ഫാനിൽ കെട്ടിത്തൂങ്ങിയ നിലയിൽ ജിൻസന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. വയനാട് ചുരം 9-ാം വളവിന് മുകളിൽ കാർ നിയന്ത്രണം വിട്ട് ചാലിലേക്ക് മറിഞ്ഞ 3 പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്വദേശികളായ അബ്ദുൾ ഗഫൂർ, സുബൈർ, സൈറാബി എന്നിവർക്കാണ് പരിക്കേറ്റത്. സൈറാബിയുടെ പരിക്ക് ഗുരുതരമാണ്. മറ്റൊരു സംഭവത്തിൽ വൈത്തിരി പടിഞ്ഞാറത്തറ റോഡിൽ 12-ാം പാലത്തിലുണ്ടായ സ്കൂട്ടർ അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. 12-ാം പാലം സ്വദേശികളായ അനന്തകൃഷ്ണൻ, ഹസീബ് എന്നിവർക്കാണ് പരിക്കേറ്റത്. അനന്തകൃഷ്ണന്റെ പരിക്ക് ഗുരുതരമാണ്. ഇരുവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇരവിപുരം സ്വദേശി അരുൺകുമാർ കുത്തേറ്റ് മരിച്ച സംഭവം ദുരഭിമാന കൊലയാണെന്ന് കുടുംബം. വെള്ളിയാഴ്ച വൈകിട്ട് സുഹൃത്തിന്റെ പിതാവ് പ്രസാദാണ് അരുണിനെ ആക്രമിച്ചത്. 2 മതവിഭാഗത്തിൽപ്പെട്ടവർ തമ്മിൽ പ്രണയിച്ചതാണ് കൊലപാതകത്തിനുള്ള പ്രേരണയെന്നും അരുണിന്റെ മാതൃ സഹോദരി സന്ധ്യ പറഞ്ഞു. പ്രസാദിന്റെ മകളുമായി അരുൺ 8-ാം ക്ലാസ്സിൽ തുടങ്ങിയ പ്രണയമാണ്. പ്രസാദ് ഇതിനു മുൻപും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വിവാഹം നടത്തിക്കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് വിവാഹം അനുവദിക്കില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. കൃത്യമായ ആസൂത്രണത്തോടെയാണ് അരുണിനെ കൊലപ്പെടുത്തിയതെന്നും സന്ധ്യ ആരോപിച്ചു. പ്രായപൂർത്തി ശേഷം വിവാഹം നടത്താമെന്ന് സമ്മതിച്ച പ്രസാദ് പിന്നീട് ബന്ധത്തെ എതിർത്തെന്നും പലതവണ ഭീഷണിപ്പെടുത്തിയെന്നും അരുണിന്റെ പിതാവ് ബിജുവും ആരോപിച്ചു. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ പ്രതിയാണ് ബന്ധുവീട്ടിലേക്ക് അരുണിനെ വിളിച്ചു വരുത്തിയതെന്നും പിതാവ് പറഞ്ഞു. അതേസമയം പെൺകുട്ടിയുടെ മുന്നിൽ വെച്ചാണ് പ്രസാദ് അരുണിനെ കുത്തിയതെന്നും സംഭവം നടക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന അരുണിന്റെ സുഹൃത്ത് ആൽഡ്രിൻ വിനോജ് പറഞ്ഞു. ആൽഡ്രിനൊപ്പമാണ് അരുൺ പെൺകുട്ടി താമസിക്കുന്ന ഇരട്ടക്കടയിലെ ബന്ധുവീട്ടിലെത്തിയത്. പിന്നാലെ പ്രസാദും എത്തി. അരുണും പെൺകുട്ടിയും തമ്മിലുള്ള ബന്ധത്തെ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. തുടർന്നാണ് പ്രസാദ് കത്തിയെടുത്ത് ആക്രമിച്ചത്. കൊലപാതക ശേഷം പ്രതി പ്രസാദ് പോലീസിൽ കീഴടങ്ങി. ജസ്റ്റിസ് നിതിൻ ജംദാറിനെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിച്ചു. സുപ്രീം കോടതി കൊളീജിയം ശുപാർശ അംഗീകരിച്ച 8 ഹൈക്കോടതികളിലേക്ക് ചീഫ് ജസ്റ്റിസുമാരെ നിയമിച്ച കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. നിലവിൽ ബോംബെ ഹൈക്കോടതി ജഡ്ജിയാണ് ജസ്റ്റിസ് നിതിൻ ജംദാർ. ജഡ്ജി നിയമനത്തിനായി സുപ്രീം കോടതി കൊളീജിയം ആവർത്തിച്ച ശുപാർശകളിൽ എത്ര പേരെയാണ് ഇനിയും നിയമിക്കാത്തതെന്നും അതിന് കാരണമെന്തെന്നും വ്യക്തമാക്കാൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് കേന്ദ്രത്തിന്റെ നടപടി. കേരളത്തിന് പുറമെ ഡൽഹി, ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, മേഘാലയ, ജമ്മു കാശ്മീർ, മദ്രാസ്, ഝാർഖണ്ഡ് ഹൈക്കോടതികളിലാണ് പുതുതായി ചീഫ് ജസ്റ്റിസുമാരെ നിയമിച്ചത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ
മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.